ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ, അത് ലിമിറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഡെഫിനിഷനാണ്. ആ ഡെഫിനിഷനും അത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുമാണ് ഈ സെക്ഷനിലുള്ളത്. നിങ്ങൾക്ക് അടുത്ത സെക്ഷനിൽ ഡിഫറൻസിയേഷൻ്റെ റൂൾസ് വരും. പിന്നീട് അത് യൂസ് ചെയ്തിട്ടായിരിക്കും ഡിഫറൻസിയേഷൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ സെക്ഷനിൽ നിങ്ങൾക്ക് ഡെറിവേറ്റീവിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഉള്ളത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ആർബിട്രറി പോയിന്റ് എക്സിലുള്ള ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നൊട്ടേഷൻ ഇങ്ങനെയാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സിസ്റ്റ്. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷന് എക്സ് എന്നുള്ള പോയിന്റിൽ ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് പറയും. അതായത് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ്, അതല്ലെങ്കിൽ എഫിന് ആ പോയിന്റിൽ ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫിൻ്റെ വാല്യൂവിൽ എക്സ് പ്ലസ് എക്സ് എന്നുള്ള പോയിന്റ് എക്സിൽ നിന്ന് എക്സ് പ്ലസ് എച്ചിലേക്ക് വാരി ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ വാല്യൂവിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കതിൻ്റെ ഫോർമുലയെങ്കിലും ഓർത്തിരിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ. ഇത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ള നൊട്ടേഷന് പകരം ചിലപ്പോൾ വൈ പ്രൈം അതല്ലെങ്കിൽ വൈ ഡാഷ് ഡി വൈ ബൈ ഡി എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിനെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് നമുക്ക് നൊട്ടേഷൻ കൊടുക്കാം. വൈ പ്രൈം അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഡി എഫ് ബൈ ഡി എക്സ്, അതല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ ഡി എക്സ് ഓഫ് എഫ് ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സിന് മറ്റൊരു നൊട്ടേഷനാണ് ഡി എക്സ് ഓഫ് എഫ്, അതല്ലെങ്കിൽ വൈ ഡോട്ട്. ഓക്കെ, ഈ നൊട്ടേഷൻസ് എല്ലാം ഇതിന് പകരം യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കിത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. യൂസിങ് ദ ഡെഫിനിഷൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി. നമുക്കിവിടെ എഫ് ഓഫ് എക്സ് എന്നുള്ളത് എം എക്സ് പ്ലസ് ബി ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഈ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് നമ്മുടെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് എക്സിൻ്റെ പകരം എക്സ് പ്ലസ് എച്ച് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എം ഇൻറ്റു എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് മൈനസ് പ്ലസ് ബി. സോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആയി മൈനസ് എഫ് ഓഫ് എക്സ് എം എക്സ് പ്ലസ് ബി ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എം എക്സ് പ്ലസ് എം എച്ച് പ്ലസ് ബി, ഇവിടെ മൈനസ് എം എക്സ് മൈനസ് ബി ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. എം എക്സും മൈനസ് എം എക്സും ക്യാൻസലാവും, ബിയും മൈനസ് ബിയും ക്യാൻസലാവും. ബാക്കി ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എം എച്ച് ബൈ എച്ച്. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് 0/0 ഫോം വരും. അപ്പോൾ നമുക്കത് എം ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ലിമിറ്റ് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. എച്ചിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് എമ്മിൻ്റെ വാല്യൂവിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അത് ഈക്വൽ ടു എം എന്ന് കിട്ടും. സോ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി എന്നുള്ള ഫംഗ്ഷൻ്റെ ആർബിട്രറി പോയിൻ്റ് എക്സിലുള്ള ഡെറിവേറ്റീവ് അത് എം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് ഡെഫിനിഷൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y ഈക്വൽ ടു 1/x വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ളത് 1/x ആണ്, അത് ഓർമ്മയിൽ ഉണ്ടാവട്ടെ. സൊല്യൂഷൻ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് 1/x പ്ലസ് എച്ച്, എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. മൈനസ് 1/x ഡിവൈഡഡ് ബൈ എച്ച്. ആദ്യം ഇവിടെ LCM കാണാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0
എക്സ് മൈനസ് എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് ഇൻറ്റു എച്ച്. എ ബൈ ബി ബൈ സി എന്നുള്ളത് എ ബൈ ബി സി ആണ്. അതാണ് എച്ച് ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ളത്. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എക്സ് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തേ ഉള്ളൂ. എക്സും ക്യാൻസലാകും. ബാക്കി ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 ന്യൂമറേറ്ററിൽ മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. എച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 -1 ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് ചെറുതാക്കാനൊന്നും പറ്റില്ല, കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല. എച്ചിന് 0 കൊടുക്കുമ്പോൾ -1 ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 0, അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് വരും -1 ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ബൈ എക്സ് സ്ക്വയർ ആണ്. അടുത്ത സെക്ഷനിൽ ഇതെല്ലാം നമ്മൾ ഫോർമുലയായിട്ട് പഠിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് f of x equals x by x minus 1. ഇത് പാർട്ട് എ ആണ്. ഇതിൽ തന്നെ പാർട്ട് ബി ഉണ്ട്. where does the curve y equal to f of x have slope -1. സെക്കൻഡ് പാർട്ട് പിന്നീട് പറയാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്, എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് കൊടുക്കുക. എക്സ് പ്ലസ് എച്ച് -1 മൈനസ് എഫ് ഓഫ് എക്സ് എക്സ് ബൈ എക്സ് -1 ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ആദ്യം ന്യൂമറേറ്ററിൽ വരുന്ന ഫ്രാക്ഷൻസ് നമുക്ക് എൽ സി എം എടുക്കാം. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. ഇവിടെ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് -1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് -1 divided by x plus h minus 1 into x minus 1 all divided by h. അടുത്ത സ്റ്റെപ്പിൽ അത് നമുക്ക് ഡിനോമിനേറ്ററിൽ എഴുതാവുന്നതാണ്. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. അവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു -1 മൈനസ് എക്സ് എച്ച് ഇൻറ്റു എക്സ് എച്ച് എച്ച് ഇൻറ്റു -1 മൈനസ് എച്ച്. അവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -x ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ -x ഇൻറ്റു എച്ച് മൈനസ് എച്ച് എക്സ് അല്ലെങ്കിൽ -xh ദെൻ -x ഇൻറ്റു -1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് -1 ഇൻറ്റു എക്സ് -1 ദെൻ എച്ചും കൂടി. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഓപ്പോസിറ്റ് സൈനിലുള്ള എക്സ് സ്ക്വയറും -x സ്ക്വയറും ഇവിടെ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തു. -xഉം എക്സും ക്യാൻസൽ ചെയ്തു. hxഉം -hxഉം ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് ന്യൂമറേറ്ററിൽ -h മാത്രമാണ്. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 -h ബൈ h ഇൻറ്റു എക്സ് പ്ലസ് എച്ച് -1 ഇൻറ്റു എക്സ് -1. എച്ചും എച്ചും ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 -1 ബൈ എക്സ് പ്ലസ് എച്ച് -1 ഇൻറ്റു എക്സ് -1. ഇനി നമുക്ക് ഫർദർ സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല. എച്ചിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ എക്സ് -1 ആണ് വരിക ഇൻറ്റു എക്സ് -1. സോ -1 ബൈ എക്സ് -1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ആർബിട്രറി പോയിന്റിലുള്ള ഡെറിവേറ്റീവ് -1 ബൈ എക്സ് -1 ഹോൾ സ്ക്വയർ ആണ്. ഇനി നമുക്ക് പാർട്ട് ബി നോക്കാം.
where does the curve y equal to f of x have slope -1? ഈ കേർവിന് സ്ലോപ്പ് -1 കിട്ടുന്നത് ഏത് പോയിന്റിലാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ ഫംഗ്ഷൻ്റെ y equal to f of x എന്നുള്ള ഫംഗ്ഷൻ്റെ സ്ലോപ്പ്, അതിൻ്റെ ഗ്രാഫിൻ്റെ സ്ലോപ്പ്, ആർബിട്രറി പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy/dx ആണ്. അപ്പോൾ സ്ലോപ്പ് എന്നുള്ളത് dy/dx ആണ്, അത് ഓർമ്മയിൽ ഇരിക്കുക. സ്ലോപ്പ് ഓഫ് y equal to സ്ലോപ്പ് ഓഫ് ദ കർവ് y equal to f of x. പാർട്ട് ബി ആണ്. നമ്മൾ പോയിന്റ് പറയുമ്പോൾ, കേർവിൽ പോയിന്റ് പറയുമ്പോൾ x, f of x എന്നാണ് പറയുക. at the point x, f of x is dy/dx. അതായത് ആ ഫംഗ്ഷൻ്റെ ആ പോയിന്റിലുള്ള ഡെറിവേറ്റീവ്, അതാണ് സ്ലോപ്പ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ നമ്മൾ ഓൾറെഡി dy/dx അതായത് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണ് -1 ആവുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഡെറിവേറ്റീവ് -1/x-1 ആണ്. അത് ഈക്വൽ ടു -1 എപ്പോൾ വരും, എക്സിൻ്റെ ഏതൊക്കെ വാല്യൂസിനാണ് അത് -1 ആവുക, ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്താൽ എക്സ് സോൾവ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ -1 ഈക്വൽ ടു -(x-1) മൈനസ് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. x-1 whole square equal to 1. So x-1 whole square equal to 1. നമുക്ക് ഇത് രണ്ട് തരത്തിൽ ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ax² + bx + c = 0 എന്നുള്ള ഫോർമാറ്റിൽ എഴുതാം. എന്നിട്ട് എക്സ് സോൾവ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ മോഡലിലായതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് പറയുന്നത്. x-1 ഈക്വൽ ടു, ഇതിൻ്റെ റൂട്ടാണല്ലോ, +or-1. അപ്പോൾ x-1 ഈക്വൽ ടു 1 ഓർ x-1 ഈക്വൽ ടു -1. അപ്പോൾ ഈ കേസിൽ എക്സ് ഈക്വൽ ടു, ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 2 എന്ന് കിട്ടും. ഈ കേസിൽ എക്സ് ഇത് -1 അങ്ങോട്ട് പോകുമ്പോൾ +1 ആവും. എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോഴോ അതല്ലെങ്കിൽ 2 ആകുമ്പോഴാണ് നമുക്ക് സ്ലോപ്പ് -1 കിട്ടുന്നത്. ഇനി ആ സ്ലോപ്പ് -1 കിട്ടുന്ന പോയിന്റ് നമ്മളോട് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സ് 0 ആകുമ്പോൾ y എത്രയാണെന്ന് കണ്ടുപിടിക്കുക. നമ്മുടെ ഫംഗ്ഷൻ x/x-1 ആണ്. അപ്പോൾ 0/0-1 0 തന്നെ കിട്ടും. അപ്പോൾ ആ പോയിന്റ് 0,0 തന്നെയാണ്. ദെൻ എക്സ് 2 ആകുമ്പോൾ y എന്നുള്ളത് 2/2-1, സോ 2 എന്ന് കിട്ടും. 2,2 ആണ്. അപ്പോൾ നമ്മളോട് പോയിന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂസ് എഴുതിയാൽ മതി. x ഈക്വൽ ടു 2, അതല്ലെങ്കിൽ x ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ഈ ഫംഗ്ഷന്, ഈ y ഈക്വൽ ടു f of x എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫിന് സ്ലോപ്പ് -1 വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതിലും 2 പാർട്ട് ഉണ്ട്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y equal to √x for x greater than 0. Then second part, find the tangent line to the curve y equal to √x at x equal to 4. സെക്കൻഡ് പാർട്ട് പിന്നീട് പറയാം. ആദ്യം ഈ ഫംഗ്ഷൻ്റെ ആർബിട്രറി പോയിന്റിലുള്ള ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം. f' എന്നുള്ളത് ലിമിറ്റ് h ടെൻഡിങ് ടു 0. f of x plus h, f of x √x ആണ്. സോ എക്സിന് പകരം x plus h കൊടുക്കുമ്പോൾ √x plus h minus √x all divided by h. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്.
റേഷനലൈസ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് എക്സ് ആണ്. സോ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്ററിലെ റൂട്ട് കളയാൻ വേണ്ടിയിട്ടാണ് അത്. ഓക്കെ, ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ളത് റൂട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ചിൻ്റെ സ്ക്വയർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം, റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് സ്ക്വയർ. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ നിൽക്കട്ടെ, റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. ഇനി നമുക്കറിയാം റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് ആണ്, അതുപോലെ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ചിൻ്റെ സ്ക്വയർ എക്സ് പ്ലസ് എച്ച് ആണ്. അപ്പോൾ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. ന്യൂമറേറ്ററിൽ എക്സും മൈനസ് എക്സും ക്യാൻസൽ ആവും. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എച്ച് ബൈ എച്ച് ഇൻറ്റു സെയിം. ഓക്കെ, എച്ച് ക്യാൻസൽ ആകുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 1 ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് എന്ന് വരും. ഇനി നമുക്കിത് ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ എച്ചിന് പകരം 0 കൊടുക്കുമ്പോൾ 1 ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ്. സോ ഡിനോമിനേറ്ററിലെ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് 2 റൂട്ട് എക്സ് ആണ്, 1 ബൈ 2 റൂട്ട് എക്സ് എന്ന് കിട്ടും. ഇത് നമുക്കൊരു ഫോർമുലയായിട്ട് പഠിക്കേണ്ടത് തന്നെയാണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ 2 റൂട്ട് എക്സ് ആണ്. ഇനി പാർട്ട് ബിയിലേക്ക് കടക്കാം. ഇത് പാർട്ട് എ. പാർട്ട് ബിയിൽ ഈ y ഈക്വൽ ടു റൂട്ട് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ്, ആ കേവിൽ എക്സ് ഈക്വൽ ടു 4 ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടൊരു പോയിന്റ് ആ കേവിലുണ്ടായിരിക്കും. ഒരു ഓർഡേഡ് പെയർ എക്സ് വൈ എന്നുള്ള ഫോമിൽ ഉണ്ടായിരിക്കും. ആ പോയിന്റ് ആദ്യം ഞാൻ കണ്ടുപിടിക്കാം. എക്സ് 4 ആകുമ്പോൾ y എന്നുള്ളത് റൂട്ട് എക്സ് ആയതുകൊണ്ട് റൂട്ട് 4 2 എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ പോയിന്റ് എടുക്കുന്നത് 4,2 ആണ്. അപ്പോൾ അത് കേവിലെ പോയിന്റ് ആണ്. ഇപ്പോൾ ഗ്രാഫൊന്നും നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. y ഈക്വൽ ടു റൂട്ട് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫിലൊരു പോയിന്റ് ആണ് 4,2. ആ പോയിന്റിലെ ഫംഗ്ഷൻ്റെ ആ കേവിൻ്റെ ടാൻജൻ ലൈനിൻ്റെ ഇക്വേഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ടാൻജൻ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പല മെത്തേഡുകളും സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം പഠിച്ചിട്ടുള്ള മെത്തേഡാണ് ലൈൻ പാസ് ചെയ്യുന്ന, ലൈനിൽ ലൈ ചെയ്യുന്നൊരു പോയിൻ്റാണ് x0 y0 എന്ന് വിചാരിക്കുക. ലൈനിൻ്റെ സ്ലോപ്പ് m ആണെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x0. സോ ടാൻജൻ ലൈൻ എന്നുള്ള ഒരു ലൈനാണ്. അപ്പോൾ ആ ലൈനിലൊരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടാൻജൻ ലൈനിൽ ലൈ ചെയ്യുന്ന പോയിന്റ് തന്നെയായിരിക്കും ഏതാണെങ്കിലും ആ കേവ് ഏതാണെങ്കിലും. y ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ, അങ്ങനെ ഒരു കേവ് ആയിരിക്കും. അതിൻ്റെ അപ്പർ പോർഷനാണ് 4,2 എന്നുള്ള പോയിന്റ് ഇതിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ആ പോയിന്റ് ടച്ച് ചെയ്ത് പോകുന്ന ലൈൻ, ആ ലൈനിൻ്റെ ഇക്വേഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പാരബോളയാണ്, പാരബോളയുടെ പോർഷനാണ്. അപ്പോൾ അതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അതിലൊരു പോയിൻ്റാണ് ഈ 4,2. ആ പോയിന്റിലെ ടാൻജൻ ലൈൻ എന്ന് പറഞ്ഞാൽ ആ ടാൻജൻ ലൈനിലെ ഒരു പോയിന്റ് തന്നെയായിരിക്കും. ടാൻജൻ ലൈൻ ആ പോയിന്റിൽ ടച്ച് ചെയ്യും, കേവിലെ പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോൾ ടാൻജൻ ലൈനിലൊരു പോയിന്റാണ് ഈ 4,2. സോ ഈ പറഞ്ഞ ലൈനിലൊരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലൈനിൻ്റെ സ്ലോപ്പും കൂടിയും കണ്ടാൽ മതി. അപ്പോൾ ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടുപിടിക്കാൻ dy/dx ആ പോയിന്റിലെ കണ്ടാൽ മതി. ജനറൽ dy/dx നമ്മൾ കണ്ടിട്ടുണ്ട്, 1/2 റൂട്ട് എക്സ് ആണ്. ഓക്കെ, ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 4 എന്നുള്ള എക്സ് ഈക്വൽ ടു 4 എന്നുള്ള പോയിന്റിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എത്രയാണോ വരുന്നത് അത് തന്നെയാണ് കറസ്പോണ്ടിങ് ആയിട്ട് ആ കേവിലെ പോയിന്റിലെ ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പും. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ എക്സിന് പകരം 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സ്ലോപ്പായി.
അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ 1/2 റൂട്ട് 4. അപ്പോൾ അത് 1/4 കിട്ടും. നമ്മൾ പോസിറ്റീവ് വാല്യൂ ആണ് റൂട്ട് എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് വാല്യൂ നമ്മൾ എടുക്കണം. സോ സ്ലോപ്പ് നമുക്ക് 1/2 × 2 1/4 കിട്ടും. അപ്പോൾ ഇവിടെ x0 y0 എന്നുള്ള പോയിന്റിന് പകരം 4ഉം 4,2. അപ്പോൾ x0 എന്നുള്ളത് 4 ആണ്, y0 എന്നുള്ളത് 2 ആണ്. ഇതാണ് അതിൻ്റെ സ്ലോപ്പ്. എമ്മിന് പകരം 1/4. സോ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ at x = 4. y മൈനസ് y0 എന്നുള്ളത് 2 ആണ്, ഈക്വൽ ടു 1/4 × x - 4. ഇനി നമ്മുടെ നേരത്തിനനുസരിച്ച് ഇത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. y = mx + b എന്നുള്ള ഫോർമാറ്റിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. 1/4 x 1/4 × -4 എന്നുള്ളത് -1 ആവും. ഇവിടെ നിന്നൊരു 2 ഇങ്ങോട്ട് വരുമ്പോൾ +2. സോ y = 1/4 x + 1 എന്ന് കിട്ടും. ഇതാണ് ആ പോയിന്റിൽ x = 4 എന്നുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേർവിലെ പോയിന്റിലെ ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ.